ഞാൻ ചോദിക്കുന്നത് വെറും ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചത് നടത്താൻ കഴിയുമോ? പിന്നെ എന്തിനാ ദേവസ്വം ബോർഡ് എന്തിനാ? പിന്നെ എന്തിനാണ് ദേവസ്വത്തിന് മന്ത്രി എന്തിനാ? മന്ത്രി മറ്റേ ശബരിമല ദർശനം സമയത്ത് ദേവൻ്റെ മുമ്പിൽ കൈയും കെട്ടി നിൽക്കാനായിട്ട് ഒരു വകുപ്പ് മന്ത്രി ആവശ്യമുണ്ടോ? അപ്പോൾ ഇവിടെ ചോദിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, തുല്യ ഉത്തരവാദിത്തമുണ്ട്. അതനുസരിച്ച് നടപടി ഉണ്ടാവണം. അതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ശ്രീ കെ എം, 2019 ഇതുപോലെ ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിവാദത്തിന്റെ ഘട്ടത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കോൺഗ്രസ് അന്നും വിശ്വാസികൾക്കൊപ്പം നിന്നു. അതിനൊരു വലിയ ഔട്ട്കം ഉണ്ടായി. 19 സീറ്റുകളും കോൺഗ്രസിനൊപ്പം നിന്നു. സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണോ കോൺഗ്രസ് കരുതുന്നത്? ഞങ്ങൾ ഒരിക്കലും ഭക്തിയെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കെട്ടുന്നില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശനത്തിൻ്റെ ആ സന്ദർഭം മുതൽ പാർട്ടി എടുത്ത ഒറ്റ സ്റ്റാൻഡ് ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്. അത് പാർട്ടി വേദികളിൽ ചർച്ച ചെയ്തിട്ടാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2019 യുവതീ പ്രവേശന വിഷയത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി 7 മണിക്കൂർ തുടർച്ചയായി ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്. ഞങ്ങൾ ഇന്ന് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണം എന്താ? അന്ന് ആ യുവതീ പ്രവേശനത്തിൻ്റെ കാലത്ത് പിണറായി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം നിങ്ങൾ തിരുത്തുമോ? ഒന്നാമത്തെ ചോദ്യം, ഉത്തരവില്ല. 2, അന്ന് നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ നടത്തിയവർക്കെതിരെ, വിശ്വാസികൾക്കെതിരെ എടുത്ത കേസ് വിഡ്രോ ചെയ്യോ? ഉത്തരവില്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾ പങ്കെടുത്തത്? അതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാൻഡ് അന്നും ഇന്നും ഒന്നാണ്. ആ സ്റ്റാൻഡിൽ ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. അതിന് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നില്ല. അന്ന് വലിയൊരു വിജയം കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞു. പക്ഷെ അന്ന് NSS കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ NSS ഞങ്ങളോടൊപ്പമാണ് എന്ന് CPM പറയുന്നു. അയ്യപ്പ സംഗമം വലിയൊരു വിജയമാണ് എന്ന് CPM അവകാശപ്പെടുന്നു. അങ്ങനെ ഒരു എഡ്ജ് അക്കാര്യത്തിൽ CPM എടുത്തോ എന്നുള്ളൊരു സംശയം രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ വിലയിരുത്തുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പുതിയ വിവാദം ഉയർന്നു വരുന്നത്. അതുകൊണ്ട് അയ്യപ്പ സംഗമം പൊളിക്കാനുള്ള ഗൂഢാലോചനയാണ് പുതിയ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്ന് CPM മുഖ്യമന്ത്രിയും BN വാസവനും ഒക്കെ പറയുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? അതിന് ഞങ്ങൾ മറ്റൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളി വിവാദം ഞങ്ങൾ ഉണ്ടാക്കിയാലല്ലേ? ഞങ്ങൾക്കറിയോ സ്വർണ്ണം പൊതിഞ്ഞ് ഇളക്കിക്കൊണ്ടുപോയി? ഞങ്ങൾക്കറിയോ? ഇത് പറഞ്ഞാൽ ഹൈക്കോടതിയാണ് പറയുന്നത്. ഈ അയ്യപ്പ സംഗമത്തിന് ശേഷമാണ് ഹൈക്കോടതി പറഞ്ഞത് തൂക്കക്കുറവുണ്ടായി. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഈ കള്ളി മുഴുവൻ പുറത്തായത്. ഇപ്പം ഞങ്ങൾ അന്നെടുത്ത സ്റ്റാൻഡ് ക്ലിയർ ആയിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമായത്. കാരണം ഈ അയ്യപ്പ സംഗമം നടത്തിയവർ സ്വർണം കക്കാൻ കൂട്ടുനിന്നവരാണ് ഈ സംഗമം നടത്തിയത്. അവിടെ നമ്മൾ കണ്ടല്ലോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇംഗിലാവ് വിളിച്ചുകൊണ്ടാണല്ലോ സ്വാഗതം പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം വോട്ടാണ്.